ഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവവികാസങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. വളരെ ശക്തമായ ഒരു സ്ഫോടനമാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിലുണ്ടായത്. ഇതൊരു ഭീകരാക്രമണം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വം പറയുന്നത്. ഇതൊരു ആക്ട് ഓഫ് ടെറർ എന്ന് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻ ദിവസങ്ങളിൽ പിടിച്ച 2900 കിലോ സ്ഫോടക വസ്തുക്കളോട് ചേർത്ത് വേണം നമ്മളിത് വായിക്കാൻ. ഇതേ സമയം ഈ 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾക്ക് പുറമെ ഇവർ മറ്റു പലയിടത്തും സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ, അല്ലെങ്കിൽ കാറിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനോ കൊണ്ടുപോകുന്ന സമയത്ത് ആണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഇതിലുൾപ്പെട്ട ഡോക്ടർ ഒരു ചാവേറാകാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പലയിടങ്ങളിലും സ്ഫോടനങ്ങൾ നടത്തി ഭീതി സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മോട്ടീവ് എന്ന് വേണം നമുക്ക് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ചെങ്കോട്ടയിലെ സ്ഫോടനം അവർ ഈ റിപ്പബ്ലിക് ദിനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദീപാവലിക്ക് ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ചിരുന്നതും ഉപയോഗിക്കാൻ പറ്റാതിരുന്നതും, അല്ലെങ്കിൽ അടുത്ത റിപ്പബ്ലിക് ദിനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ശേഖരിച്ചിരുന്നതുമായിരിക്കണം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇതിൽ ഈ ഡോക്ടർ ഈ കൂടെയുള്ള ഡോക്ടർമാരെ എല്ലാം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഈ ഡോക്ടറുടെ പേരും അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ നമ്പരും അതിൻ്റെ ലൊക്കേഷനും എല്ലാം പോലീസ് പിടിക്കുമെന്നും പോലീസിന് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും ഭയന്ന് അദ്ദേഹം പ്രയാണം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കായിരുന്നു ഈ സ്ഫോടനം ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ. സ്ഫോടനത്തിൻ്റെ കാരണം എങ്ങനെയാണ്, അതിൻ്റെ ആ സീക്വൻസ് ഇതുവരെയും നമുക്ക് വെളിപ്പെട്ടിട്ടില്ല. അത് വെളിപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അനുമാനങ്ങളും അഭ്യൂഹങ്ങളും മാത്രമേ നമുക്ക് കൈമുതലായുള്ളൂ. കാര്യം ഒരു കാറിനകത്ത് നടന്ന സംഭവമാണ്. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടാവാം. ചിലപ്പോൾ കാറിനകത്തുനിന്ന് സ്ഫോടനം നടത്തിയതായിരിക്കാനൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സിഗ്നലിൽ വെച്ചിട്ട് ആവണമെന്നില്ല ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തേണ്ടത്. ഏതെങ്കിലും ഒരു ജനക്കൂട്ടത്തിനിടയ്ക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനാ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രിഗേഷനിലോട്ട് ഇടിച്ച് കയറ്റുകയായിരുന്നു വേണ്ടിയിരുന്നത്. അത് ചെയ്യാൻ ഉദ്ദേശിച്ച ആൾ അതാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. എന്നാൽ വളരെ കുറച്ച് പേരുടെ മാത്രം മരണം കണക്കാക്കി ഒരു സിഗ്നലിൽ വെച്ചുണ്ടായ ഞാൻ ആ കുറച്ച് പേരെന്ന് പറയുന്നില്ല, 12 പേരുടെ ആത്മാക്കളുടെ എല്ലാ ബഹുമാനത്തോടെയും പറയാറുണ്ട്. പക്ഷേ ഇത്രയും വലിയ സ്ഫോടന ശക്തിയുള്ള ഒരു സ്ഫോടക വസ്തുക്കൾ ബ്ലാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകേണ്ടിയിരുന്നതിനേക്കാളും വളരെ കുറഞ്ഞ ഒരു ജനനാശമാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഈ സ്ഫോടക വസ്തു സേഫായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് വച്ച് സ്ഫോടനം നടത്തി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചില സ്ഫോടക വസ്തുക്കളുടെ സാമ്പിൾ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്ഫോടനത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം, എവിടെയാണോ തീവ്രവാദം ഒളിഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ എത്തിപ്പെടണം, അവർ അത് പൊട്ടിക്കുന്നതിന് മുമ്പേ. അതായത് കരുതൽ തടങ്കലുകളും റാൻഡമായിട്ടുള്ള റെയ്ഡുകളും എല്ലാം സ്ഥാപനങ്ങളിൽ നടത്തേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ പൗരന്മാരുടെയും സുരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ഇതിനേക്കാളുമൊക്കെ ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ഡോക്ടർമാർ
റൈസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാക്കാൻ ആവണക്കെണ്ണയിൽ നിന്നും ആവണക്കിൻ്റെ കുരുവിൽ നിന്നുമാണ് ഇതുണ്ടാക്കുന്നത്. 1.78 ഗ്രാം റൈസിൻ ഉണ്ടെങ്കിൽ ഒരാളെ വളരെ ഭംഗിയായിട്ട് കൊല്ലാൻ സാധിക്കും. ഈ മാരകമായിട്ടുള്ള രാസായുധം നിർമ്മിച്ചത് കൂട്ടക്കൊലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മളെ കാണിക്കുന്നത് ഇന്ത്യയിലേക്ക് IS-ൻ്റെ കടന്നുകയറ്റമാണ്. IS ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ റൈസിൻ എന്ന് പറയുന്ന കെമിക്കൽ. ശ്വസിക്കുകയോ കഴിക്കുകയോ കുത്തിവെക്കുകയോ ചെയ്യുകയാണെങ്കിൽ 1.78 ഗ്രാം നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുകയാണെങ്കിൽ അത് വെള്ളത്തിൽ കൂടെ ആവാം, ഭക്ഷണത്തിൽ കൂടെ ആവാം, പഴങ്ങളിൽ കൂടെ ആവാം, നമ്മുടെ പബ്ലിക് വാട്ടർ കണക്ഷനിൽ കൂടെ ആവാം, അല്ലെങ്കിൽ വാട്ടർ ടാങ്കുകളിൽ കലർത്തിയിട്ടാവാം. എങ്ങനെയായാലും നമ്മുടെ ശരീരത്ത് ഏകദേശം 2 ഗ്രാമിൽ താഴെ ചെന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് മാരകമായിട്ട് മരണത്തിന് കാരണമാവും. ലോകത്ത് IS-ഉമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിലാണ് റൈസിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ റൈസിൻ്റെ ഇന്ത്യയിലുള്ള ഉൽപ്പാദനവും ഇന്ത്യയിലേക്കുള്ള കടന്നുവരവും IS-ൻ്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. നമ്മുടെ ജാഗ്രത പോരാ, ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുന്നതിൽ നമുക്ക് ജാഗ്രത പോരാ, ഭയം വേണം. ഒറ്റതിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരിൽ നിന്നും, അന്തർമുഖരായ ആൾക്കാരിൽ നിന്നും, മതവിശ്വാസം അധികരിക്കുന്ന ആൾക്കാരിൽ നിന്നും എപ്പോഴും നമ്മൾ അകന്നു നിൽക്കണം. അവരെ ഭയത്തോടെ കാണണം. അവർ ചെയ്യുന്ന പ്രവർത്തികൾ സംശയാസ്പദമാണെങ്കിൽ അത് അധികാരികളെ എത്രയും വേഗം അറിയിക്കേണ്ടത് പൊതുസുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും അന്തർമുഖരായ, എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഞാനൊരിക്കൽ ട്രെയിനിൽ വരുമ്പോഴത്തേക്ക് ഒരു കൂപ്പയിൽ, അതായത് 6 പേർക്ക് ഇരിക്കാമെന്നുള്ളൊരു കൂപ്പയിൽ, ഞാൻ ഇരിക്കുന്ന കൂപ്പയിൽ 5-6 കുട്ടികളൂടെ വന്നിരിക്കുകയുണ്ടായി. ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. 2 മണിക്കൂറോളം കായംകുളം തൊട്ട് തിരുവനന്തപുരം വരെ ഞാൻ അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ സംസാരിക്കാൻ തയ്യാറായില്ല. ജനറലായിട്ട് എൻ്റെ മക്കളുടെയോ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെയോ പ്രായമുള്ള കുട്ടികളാണ്. ഞാൻ വെറുതെ ഓരോ കാര്യങ്ങൾ എവിടുന്നാണ് വരുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ചോദിച്ചിട്ടും അവർ ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ല. ഇവർ രാജ്യത്തിന് അപകടകരമാണ്. പൊതു സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരും അന്തർമുഖരായിട്ട് നിൽക്കുന്നവരും സമൂഹത്തിന് കേടുണ്ടാക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. ഇന്നലെ അറസ്റ്റ് ചെയ്ത 2 ഡോക്ടർമാരുടെ അമ്മ വളരെ വികാരപരമായിട്ട് പ്രസ്താവിക്കുന്നത് കണ്ടായിരുന്നു. എൻ്റെ മക്കൾ നിരപരാധിയാണ്, അവർ ഉടനെ വിട്ടയക്കണം. ഞാൻ അവരെ കണ്ടിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടോ 4 വർഷമായി. നല്ല അമ്മ, സ്വന്തം മക്കൾ 4 വർഷമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ഈ അമ്മ പൊതുജനങ്ങളോട് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അമ്മയോട് ഈ മക്കൾ എന്തുകൊണ്ട് 4 വർഷമായിട്ട് അമ്മയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു എന്ന് ഈ മക്കളും വിശദീകരിക്കേണ്ടതുണ്ട്. നമുക്ക് സമൂഹത്തിന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ദുർബലമാവുന്ന മാനുഷിക ബന്ധങ്ങൾ ഭീകരതയുടെയും അപകടത്തിൻ്റെയും സ്ഫോടനങ്ങളുടെയും മാതാവാണ് എന്നുള്ള കാര്യം. നന്ദി, നമസ്കാരം.